പാലക്കാട്ടേക്കാണ്. പാലക്കാടിൻ്റെ ഒരു പ്രത്യേകത, അവിടെ കരിമ്പനകൾ ധാരാളമുള്ള സ്ഥലമാണ്. അവിടെ പനനൊങ്ക് വിൽപ്പന കേന്ദ്രത്തിൽ നിന്ന് ഷാരിഖ് നവാസ് ചേരുന്നുണ്ട്. ഷാരിഖ് നവാസ്, എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ദിലീപ് കുമാർ, സമയം ഏകദേശം 10:45. ഇപ്പോൾ 11 മണി കൂടി. ഇപ്പോൾ വെയിലിൻ്റെ കാഠിന്യം കൂടുതലാകുന്ന ഒരു സമയമാണ്. കാരണം ഈ സമയത്ത്, അതായത് 11 മണി മുതൽ 3 മണി വരെയാണ് ഈ നേരിട്ട് വെയിലേൽക്കരുത് എന്ന് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകുന്ന ഒരു സമയം. ആ സമയത്ത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോട്ടമൈതാനത്താണ്. ഇവിടെ ഈ പനനൊങ്ക് കഴിക്കാനും അതുപോലെ തന്നെ ഇളനീർ കുടിക്കാനും വേണ്ടി ഒരുപാട് ആളുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ ചൂടിനെ പ്രതിരോധിക്കാൻ, ഈ നിർജ്ജലീകരണം ഒഴിവാക്കാനൊക്കെ ഒട്ടേറെ ആളുകൾ ഇത്തരത്തിൽ ദിനം പ്രതി ഈ ഇളനീർ, അതായത് കരിക്കും മറ്റും ഈ പനനൊങ്കൊക്കെ കഴിക്കാനായി എത്തുന്നുണ്ട്. എങ്ങനെയുണ്ട് പാലക്കാടത്തെ ചൂട്? പാലക്കാടത്തെ ചൂട് പറയുമ്പോൾ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് പാലക്കാട്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, മീഡിയയിലൊക്കെ വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പാലക്കാടത്തെ ചൂട്. ഇളനീർ കുടിക്കാൻ വേണ്ടി വന്നതാണ്? ഇളനീര് നൊങ്കൊക്കെ വീട്ടിലേക്ക് പാർസൽ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഡെയിലി ഇത് കഴിക്കുന്നുണ്ടോ? ഡെയിലി ഇവിടെ ഒന്ന് മൈതാനത്ത് വന്ന് റൗണ്ട് അടിച്ച് ഡെയിലി വന്ന് വാങ്ങിയിട്ട് പോകും. അതാണ് ഇവിടുത്തെ അവസ്ഥ. എങ്ങനെയുണ്ട് ചൂട്? നല്ല തന്നെ. ഞാൻ ബാംഗ്ലൂരിലാണ്. ഇവിടെ വന്നപ്പോൾ കുറച്ച് നല്ല ചൂട്. ബാംഗ്ലൂരിൽ ഇത്ര ചൂട് ഇത്രയില്ല, എന്നാലും കമ്പയറബിൾ ആണ്. പക്ഷെ ഇത്ര ചൂടില്ല. പക്ഷേ ഇവിടെ നല്ല ഫുഡ് കിട്ടും. നല്ല ഫുഡല്ലേ, അതാ നോക്ക് നല്ല ഫുഡ്. അപ്പോൾ ദിവസം വാങ്ങിട്ട് പോകുക തന്നെ. ഞാൻ വിഷുവിനും വന്നിട്ട് തിരിച്ചു പോയിട്ട് വീണ്ടും വന്നു, എന്നിട്ട് ഇവിടെ വാങ്ങിക്കുകയാണ്. നല്ല ഫുഡാണ്. ഇപ്പോൾ ഇവിടെ കുറേ ആളുകൾ, ദിലീപ് കുമാർ, കുറേ ആളുകൾ ഈ നൊങ്ക് വാങ്ങുന്നതിനായി വെയിറ്റ് ചെയ്യുകയാണ്. ഏട്ടാ, എങ്ങനെയുണ്ട് ചൂട്? ഇത് പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ടോ ഈ ചൂടൊക്കെ? ഈ നൊങ്കൊക്കെ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അത്രയും കടുത്ത ചൂടാണ്. നല്ല ചൂടാണ്. ഇവിടെ 11 മണി തൊട്ട് ഒരു 3:30 വരെ നല്ല ചൂടാണ്. എൻ്റെ ഇടയിൽ വണ്ടിയൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ വർക്ക് ഒക്കെ ചെയ്യുന്നോടെങ്കിൽ നല്ല ജോലി ചെയ്യുന്നു. ആർട്ട് ഡിസൈനിങ്. ഇപ്പോൾ പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണല്ലേ? അങ്ങനെ പറയാം. വീട്ടിലിരുന്നാലും നല്ല ചൂട് തന്നെയാണ്. പിന്നെ മോര് ഇതൊക്കെ കുടിച്ചിട്ട് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ടു കഴിഞ്ഞാൽ പ്രതിരോധം കമ്മിയാവും. ചേച്ചി, എങ്ങനെയുണ്ട് ചൂട്? സഹിക്കാൻ പറ്റുന്നുണ്ടോ? സഹിക്കാൻ പറ്റില്ല ചൂട്. അത്രയും ചൂടാണ് പാലക്കാട് പറയണത്. വെളിയിൽ ഇറങ്ങാൻ ചെറിയ കൊച്ചു കുട്ടികൾ പോലും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. നമുക്കേ പറ്റുന്നില്ല. ഇന്ന് ഞങ്ങൾ പള്ളിക്ക് പോയിട്ട് വന്നിട്ടുണ്ട്. പള്ളിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ പോലും മയങ്ങാണ് ആൾക്കാർ ആ ചൂടിൻ്റെ. പാലക്കാട് പോലും AC എല്ലാവരും സാധാരണക്കാരുടെ ഒരു ജില്ലയാണ്, കർഷകരുടെ ഒരു ജില്ലയാണ്. പക്ഷേ എല്ലാ വീട്ടുകളിലും ഇപ്പോൾ AC വാങ്ങി സ്ഥാപിക്കുന്ന ഒരു ആവശ്യമുണ്ട്. അത് ഒരു ആർഭാടമായിരുന്നു പണ്ട്. പക്ഷേ ഇപ്പോൾ അത് അങ്ങനെയല്ല, ഒരു അത്യാവശ്യമായി മാറിയില്ലേ? മാറി. എല്ലാ വീടുകളിലും ഇപ്പോൾ ഒരു AC ഉണ്ട്. AC അത്രയ്ക്കും ചൂടാണ് അതിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.